ഈ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഏറ്റവും പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. എനിക്കതിൽ ആദ്യത്തെ ഭാഗം കൗതുകരമല്ല, നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. 1951 സെൻസസ് പ്രകാരം ആസാമിൽ 14% മുസ്ലിമുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 40% ആയിരിക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയാവുന്നൊരു കണക്ക് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിന് ശേഷം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വരി വളരെ കൗതുകകരവും ശ്രദ്ധേയവുമായി തോന്നി. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഡെമോഗ്രാഫി, ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയമാണെന്ന് എല്ലാവരും കരുതുന്നു. പക്ഷേ അതൊരു രാഷ്ട്രീയ വിഷയമല്ല, സർവൈവൽ ഇഷ്യൂ ആണ്, അതിജീവനത്തിൻ്റെ വിഷയമാണ്. എങ്ങനെയാണ് അതിജീവനത്തിൻ്റെ വിഷയമാവുന്നത്? അല്ല, അത് വളരെ നേരത്തെ യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ്. ബട്ടയെങ്കെ തോ കട്ടയെങ്കെ, വെട്ടി കൊല്ലപ്പെടും നിങ്ങൾ വിഭജിച്ച് നിന്ന് കഴിഞ്ഞാൽ, വിഘടിച്ച് നിന്നാൽ കൊല്ലപ്പെടുന്നുള്ളത് സംശയമുണ്ട്. അപ്പുറത്തു നിന്നുള്ള മുദ്രാവാക്യം എന്താ? സർ തൻസെ ജുദ, കഴുത്ത് വെട്ടുന്നതാണ്. സർ തൻസെ ജുദ, അകന്നു പോകും. ശരീരത്തിൽ നിന്ന് കഴുത്ത് അകന്നു പോകും, ശിരസ് ദേഹത്തിൽ നിന്ന് അകന്നു പോകും. അതാണ് സർ തൻസെ ജുദ. ജുദ എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക, ജുദായി, വിട്ടുപോകൽ. വിരഹം, പ്രണയത്തിനുമൊക്കെ ജുദായി ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് അപ്പുറത്തുനിന്നുള്ള മുദ്രാവാക്യം, സർ തൻസെ ജുദ. അതാണ് ഇവർക്കെതിരെ നമ്മളുടെ ആ സ്ത്രീ ഉണ്ടല്ലോ, ഡിബേറ്റിൽ കുരുക്കിൽപ്പെട്ട നൂപുർ ശർമ്മ. നൂപുർ ശർമ്മയ്ക്കെതിരെ മുഴങ്ങി മുദ്രാവാക്യതാണ് സർ തൻസെ ജുദ. രണ്ടുപേരെ കൊല്ലുകയും ചെയ്തവർ, ഒരാൾ രാജസ്ഥാനിൽ ഒരു തയ്യൽ കടക്കാരനെ. ദിസ് ഇസ് വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോൾ അതിനെതിരെയുള്ള ആഹ്വാനമാണ് യോഗി ഹിന്ദുക്കൾക്ക് കൊടുത്തത്. ബട്ടയെങ്കെ തോ കട്ടയെങ്കെ, നിങ്ങളുടെ ശിരസ് അവർ ഛേദിക്കും നിങ്ങൾ വിഘടിച്ച് നിന്നാൽ. മോദി അതൊന്ന് പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ് എടുത്ത് ഏക് റഹെങ്കെ തോ സേഫ് റഹെങ്കെ, ഒന്നിച്ച് നിന്നാൽ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ അപകടമാണ്. അപകടം എന്താണെന്ന് യോഗി പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് പുള്ളി ബട്ടയെങ്കെ തോ കട്ടയെങ്കെ ഒരു അത്രയും പോകണ്ട, എന്നാൽ അതേ അർത്ഥത്തിൽ അതിൻ്റെ കൂടെ ചേർക്കാവുന്ന ഏക് റഹെങ്കെ തോ സേഫ് റഹെങ്കെ. അപ്പോൾ ഇതിൻ്റെ വേറൊരു വെർഷനാണ് ഈ ഹിമന്ത ബിശ്വ. കുറച്ചുകൂടെ ഈ പോളിഷ്ഡായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനല്ല, പച്ചയ്ക്കങ്ങ് പരമാർത്ഥം പറയുന്ന ആളാണ്. നാടൻ ഭാഷയിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ആസാമിൽ 40% മുസ്ലിങ്ങളെന്ന് പറയുമ്പോൾ ശതമാനം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള സംസ്ഥാനം ആസാമാണ്. ബംഗാളല്ല. 40% മുസ്ലിങ്ങൾ വേറെ എങ്ങുമില്ല, വേറെ ഒരു സംസ്ഥാനത്തുമില്ല. ശതമാനം കൊണ്ട്, എണ്ണം കൊണ്ട് ചിലപ്പോൾ യു പി ആയിരിക്കും. യു പിയിലെ 17% എന്ന് പറയുന്നത് ആസാമിലെ 40%-ത്തേക്കാൾ കൂടുതലാവാം. വലിയ സ്റ്റേറ്റുമാണല്ലോ. പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ 40% ആണ്. അവിടെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ BJP അധികാരത്തിലെത്തിക്കുന്നത്. അപ്പോൾ ഇതൊരു സിവിലൈസേഷണൽ ഇഷ്യൂ ആണ്. ലോകമെമ്പാടും അങ്ങനെയാണ്, ഇന്ത്യയിൽ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഒരു സംശയം ചോദിക്കട്ടെ. ഈ 40% വന്നാൽ കുഴപ്പമാണെന്ന് പറയുന്നിടത്ത് ഹിമന്തയ്ക്ക് ജയിക്കാൻ പറ്റുന്നു. അപ്പോൾ 40% ആയാലും കുഴപ്പമില്ല എന്നല്ലേ പ്രാക്ടിക്കൽ? അല്ല, അതല്ല. ആ ജയം എപ്പോഴാണ് തോൽവിയായിട്ട് മാറാൻ പോകുന്നത്? 40 എന്ന് പറഞ്ഞാൽ 40 അങ്ങ് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതങ്ങനെയല്ല. പിന്നെയും ബംഗ്ലാദേശിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നു, മറ്റു രീതിയിലെല്ലാം വർധനയുണ്ടാകുന്നു. നോൺ മുസ്ലിം പോപ്പുലേഷൻ്റെ എണ്ണം കുറയുന്നു, മുസ്ലിം പോപ്പുലേഷൻ കൂടി വരുന്നു. ഇതാണ് പ്രശ്നമായിട്ട്. പക്ഷെ നമ്മളിത് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? പലരും ചോദിക്കുന്ന സംശയം, ലോകത്ത് പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഇവരൊക്കെ ഇസ്ലാമിക ഭരണം വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മതേതരത്വം, ഭരണഘടന, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾ മതേതര പാർട്ടിയാണെന്ന് ലീഗ് അവകാശപ്പെടുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന മുറുകെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും സുസ്ഥിരമായിരിക്കില്ലേ? ഇതേ വാദമായിരുന്നു 1946, 45, 46, 47 വരെയൊക്കെ ഇന്ത്യൻ മുസ്ലിംസ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അവർ 2 പാകിസ്ഥാൻ വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ? മഹാത്മാഗാന്ധിയുടെ കൂടെ തന്നെ സ്വാതന്ത്ര്യ സമരം നടത്തിയ ആളാണ് മുഹമ്മദ് അലി ജിന്ന, അല്ലേ? ഒരുമിച്ച് നടത്തിയതാണ്. ഇടയ്ക്ക് പുള്ളി മുസ്ലിം ലീഗ് ഉണ്ടാക്കി, മുസ്ലിങ്ങളുടെ നേതാവായി അങ്ങനെ പോയി. പിന്നെ
അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്വന്തം രാജ്യം വേണമെന്ന് അവർ പറഞ്ഞു. കുറച്ച് പേര് ഇവിടെ നിന്നു. എന്തിന്? ബാക്കിയുള്ളതും കൊണ്ടുപോകാൻ. ഇപ്പോൾ മാന്യന്മാരായിട്ട് നടക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നു? അന്നത്തെ മുദ്രാവാക്യം പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടാണ് മലപ്പുറത്ത് അന്നത്തെ ഡയറക്റ്റ് ആക്ഷൻ ഭാഗമാണല്ലോ. ഇല്ല, അതിന് ശേഷമാണ് ഇത്. ഡയറക്റ്റ് ആക്ഷനൊക്കെ 1946-ൽ. അതിനുശേഷം ഇരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ മുദ്രാവാക്യം അതായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? മുസ്ലിം ലീഗിനെ തൊടാൻ ആരും ഇല്ലാതെയായി. നെഹ്റു അതൊരു ചത്ത കുതിരയാണെന്നൊക്കെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗിനെ തൊടുകില്ല. മുസ്ലിം ലീഗിന് പക്ഷേ കേരളത്തിൽ സീറ്റും കിട്ടി. അക്സെപ്റ്റബിലിറ്റി ഇല്ല. ഇന്നത്തെ BJPയുടെ അവസ്ഥയായിരുന്നു അന്ന് മുസ്ലിം ലീഗിന്. അൺടച്ചബിളാണ് രാഷ്ട്രീയത്തിൽ. മുസ്ലിം ലീഗിനെ ആരും തൊടില്ല. അപ്പോൾ ആ തൊട്ടുകൂടായ്മ മാറ്റാനായിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഇക്വേഷൻസ് വെച്ചിട്ട് മുസ്ലിം ലീഗിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്തു. രാജിവെക്കാൻ പറഞ്ഞു. ലീഗിൽ നിന്ന് രാജിവെക്കാൻ പറഞ്ഞു. മുഹമ്മദ് കോയ രാജിവെച്ചു സ്വതന്ത്രനായിട്ട് സ്പീക്കറായിട്ട്. ഇതൊക്കെ അവരുടെ അക്സെപ്റ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു. വാസ്തവത്തിൽ CPIയിലാണ് ദിഗ്ഗജന്മാരെല്ലാം. CH മേനോൻ, ഉണ്ണിരാജ, NE ബാലറാം, MN ഗോവിന്ദൻ നായർ, TV തോമസ്, ഇവരൊക്കെ അപ്പുറത്താണ്. PKV എന്ന അത്ര വലിയ നേതാവല്ല, ബട്ട് നേതാവാണ്. ഇപ്പുറത്ത് AKG, EMS ഇവരൊക്കെയാണ്. ആ 65-ലെ തെരഞ്ഞെടുപ്പിലാണ് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തീരുമാനിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിച്ചേ പറ്റുള്ളൂ. EMS മുസ്ലിം ലീഗുകാരെ ചെന്ന് കണ്ടിട്ട് രഹസ്യമായിട്ട് ധാരണയുണ്ടാക്കി അവരാണ് വലിയ പാർട്ടി എന്ന് സ്ഥാപിച്ചു. 65-ൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അതങ്ങനെ കിടന്നു. 67-ലാണ് പിന്നെ 2 വർഷം പ്രസിഡന്റ് ഭരണത്തിൽ കിടന്നു കേരളം. ഭാരതത്തിലെ ഒരു സംസ്ഥാനവും 2 വർഷം പ്രസിഡന്റ് ഭരണത്തിൽ കിടന്നിട്ടില്ല. കേരളം അതും കിടന്നു. 65 മുതൽ 67 എല്ലാത്തിനും മാതൃക കേരളമാണ്. കേരളമാണ്. അപ്പോൾ എന്നിട്ട് 67-ൽ EMS നമ്പൂതിരിപ്പാട് ഐക്യമുന്നണി ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗിനെ കൂട്ടി. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ അൺടച്ചബിലിറ്റി ഒഴിവായി കിട്ടി. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിനെ കെട്ടിപ്പിടിക്കാൻ LDFും UDFും മത്സരിക്കുകയാണ്. BJP മുസ്ലിം ലീഗിൻ്റെ സ്ഥിതിയിൽ നിൽക്കുന്നു. BJP ഈ മിത്രങ്ങളെ ഭേദിക്കണമെങ്കിൽ BJP പഞ്ചതന്ത്രം വായിക്കണം. കാരണം പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ കഥയുണ്ടല്ലോ, മിത്രഭേദം എന്നാണ് അതിന് പേര്. ആദ്യത്തെ തന്ത്രം മിത്രഭേദമാണ്. എങ്ങനെയാണ് മിത്രങ്ങളെ രാഷ്ട്രീയത്തിൽ തമ്മിലടിപ്പിക്കുന്നത്? അത് പഞ്ചതന്ത്രം എന്ന് പറയുന്നത് രാജകുമാരന്മാർക്ക് കൊടുത്ത ഉപദേശമാണ്. വിഷ്ണു ശർമ്മൻ കഥകളിലൂടെ കൊടുത്ത ഉപദേശമാണ്. അതിൽ ഫസ്റ്റ് ഉപദേശം പഞ്ചതന്ത്രം വായിച്ചു നോക്കിയോ. സുമംഗലയുടെ മലയാളത്തിലുള്ള പഞ്ചതന്ത്രമുണ്ട്. സുനിലും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്ക് ഉസ്താദ് ചാണക്യനാണ്. അത് മോശം അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ചാണക്യതന്ത്രം എന്ന് പറയുമ്പോൾ എന്തോ കുതന്ത്രം എന്നുള്ള അർത്ഥത്തിൽ ആൾക്കാർ അങ്ങനെയല്ല. ഒരു രാഷ്ട്രത്തെ രക്ഷിക്കാൻ രാജാവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പൊളിറ്റീഷ്യൻസിനും എടുക്കാം. പോസിറ്റീവായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആൻഡ് 100% ഗ്യാരണ്ടീഡാണ്. ഇപ്പോൾ റിസൾട്ട് ഉറപ്പാണ്. ചാണക്യനേക്കാൾ വലിയ ബുദ്ധിശാലി ഉണ്ടായിട്ടില്ല ഭാരതത്തിൽ. വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ചാണക്യൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റിയും ലൈബ്രറിയും പ്രതിമയും സംഗതിയൊക്കെ ഉണ്ടാകുമായിരുന്നു. നമുക്കെന്തോ ചാണക്യൻ എന്ന് പറഞ്ഞാൽ പരദൂഷണക്കാരൻ എന്നുള്ള ഒരു അർത്ഥമാണ്. നാരദനും അതുപോലെ പരദൂഷണക്കാരാണ്. നമ്മൾ നമ്മുടെ തന്നെ ആൾക്കാരെ കൊച്ചാക്കുന്നതിൽ വലിയ മിടുക്കന്മാരാണ് നമ്മൾ. എനിവേ അതിരിക്കട്ടെ. ആ സിവിലൈസേഷണൽ അപകടമാണ് ഹിമന്ത ബിശ്വ ശർമ്മ തുറന്നു പറഞ്ഞു. സർവൈവൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. ഇനി എൻ്റെ ഒരു സംശയം, ഈ പൊതുവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നു, അപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് വല്ലാത്തൊരു റോങ് നറേറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ സക്രിയമായി ഇടപെടുകയും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന മുസ്ലിങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നവരാണ്, ഇതിൻ്റെ മതേതരത്വം അംഗീകരിക്കുന്നവരാണ്, സോവർണിറ്റി ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്നൊക്കെ പറയും. അവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് വസ്തുത. മറിച്ച് അങ്ങനെയല്ല. ഇത് 40%, 50% ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യമായി ഇന്ത്യയെ മാറ്റും എന്നൊരു പ്രചാരം സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നതാണ്. ഇന്ത്യയിൽ ഇനി അങ്ങനെ ഇസ്ലാമിക ശക്തികൾ ആഗ്രഹിച്ചാൽ പോലും നമുക്കൊരു ഭരണഘടനയുണ്ട്, നമുക്ക് നീതിന്യായ സംവിധാനമുണ്ട്, നമുക്ക് അതിശക്തമായ ഒരു സൈന്യമുണ്ട്. അതുകൊണ്ടൊരു ഖിലാഫത്തോ
ഒരു ഇസ്ലാമിക രാജ്യമോ ഇന്ത്യയിൽ പ്രായോഗികമല്ല, സംഘപരിവാറിൻ്റെ കുപ്രചരണമാണ് എന്ന് വാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെ ടി ജി എങ്ങനെ കാണുന്നത്? ഇതൊക്കെ പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. ശക്തമായ ഭരണഘടനയുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുണ്ട്, ഒക്കെയുണ്ട്. എന്ത് സംഭവിച്ചു? പക്ഷെ അവരൊരു മതരാഷ്ട്രമായി മാറിയതല്ലേ? മതരാഷ്ട്രമായിട്ട് മാറി. അത് അല്ല, ഞാൻ പറയുന്നത് മതത്തിൻ്റെ പേരിൽ രാജ്യം ആവശ്യപ്പെട്ടു പോയവരാണ്. അതിൻ്റെ മതത്തിൻ്റെ പേരിൽ രാജ്യം ആവശ്യപ്പെട്ടു പോയെങ്കിലും അവരുടെ ഫസ്റ്റ് പാർലമെൻറ്റ് സമ്മേളനം, അതിലാണ് ജിന്ന തൻ്റെ വിഖ്യാതമായ പ്രസംഗം നടത്തുന്നത്. നമ്മൾ സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി, ബട്ട് നമ്മൾ മതേതരരായിരിക്കണം, ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ദ്രോഹം ഉണ്ടായിക്കൂടാ. ആ പ്രസംഗം കോട്ട് ചെയ്തതിൻ്റെ പേരിലാണ് LK അദ്വാനി ബലി കൊടുക്കപ്പെട്ടത്. വാസ്തവത്തിൽ LK അദ്വാനി പറഞ്ഞത് ശരിയാണ്. ജിന്ന പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കരുത്, ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത്. ഇപ്പോൾ നമ്മൾ ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു. അതിലെന്തെങ്കിലും അതിർത്തിയിൽ അവിടെ ഇവിടെയൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാകാം, ബട്ട് അതിൻ്റെ പേരിൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടാൻ പാടില്ല. പാകിസ്ഥാൻ ഒരു ട്രൂ സെക്യുലർ നേഷനായിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. സി, ജിന്ന വാസ് ബേസിക്കലി ഇർറിലീജിയസ്, നോൺ റിലീജിയസ് അല്ല, മതരഹിതനായത്. അങ്ങേര് പള്ളിയിൽ പോകാറില്ല, അങ്ങേര് നിസ്കരിക്കാറില്ല, അങ്ങേര് യൂറോപ്യൻ വേഷത്തിലാണ്. അദ്ദേഹം ചുരുട്ട് വലിക്കും, മദ്യപിക്കും. ഇതൊക്കെ ചെയ്യുന്ന ഒരു യൂറോപ്യൻ, വേണമെങ്കിൽ ഡാർവീനിയൻ എത്തീസ്റ്റ് എന്ന് പറയാം ജിന്നെ. ഒരിക്കലും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. 1928 വരെ ജിന്ന മോസ്റ്റ് സെക്കുലർ മനുഷ്യനായിരുന്നു. ഗാന്ധി അലി സഹോദരന്മാരെ വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു, ഈ ഖിലാഫത്തിൻ്റെ കൂടെയൊക്കെ പോകുന്നു. ഇതൊക്കെ അപകടമാണെന്ന് ജിന്നയ്ക്കെന്നറിയാം. ജിന്ന അത് പറഞ്ഞിട്ട് ആരും കേൾക്കാനില്ല. ഗാന്ധിയാണ് സർവ്വം നയിക്കുന്നത്. ജിന്ന ഇംഗ്ലണ്ടിൽ പോയി. 1928 ജിന്ന തിരിച്ചു വരുന്നത്. ജിന്ന പറഞ്ഞു, മതം വെച്ചാണ് കളിക്കുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കളിക്കണം. ആൻഡ് ഹി പ്ലേഡ് ഹിസ് കാർഡ്സ് വെരി വെൽ ആൻഡ് സക്സീഡ്. ബട്ട് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹി ഹാഡ് എ റിമോഴ്സ്. ഞാൻ ഈ ചെയ്തത് ശരിയല്ല, ഗാന്ധിയുടെ വാശി ഇതൊക്കെ വെച്ചിട്ട് ചെയ്തത് ശരിയല്ല, ഇങ്ങനെ അല്ല ഒരു ജനത പെരുമാറേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് പ്രസംഗം അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ, ആ പ്രസംഗത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഈ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കരുത്, വി മസ്റ്റ് ബി സെക്യുലർ. എൻ്റെ കയ്യിലുണ്ട് ആ പ്രസംഗത്തിൻ്റെ കോപ്പി. അതായത് ഇത്തരം പ്രസംഗങ്ങൾ ചേർന്ന പുസ്തകമുണ്ട്, ഫേമസ് സ്പീച്ചസ് ഓഫ് ഗ്രേറ്റ് മെൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് പുസ്തകം. അതിൽ ഈ പ്രസംഗമുണ്ട്. അതുപോലെ പട്ടേൽ 1947 ഓഗസ്റ്റ് 15 ശേഷം കോൺപൂരിൽ നടന്ന ഒരു റാലിയിൽ വെച്ച് ഈ മുസ്ലിങ്ങളോട് പച്ചയ്ക്ക് ചോദിച്ചു മൈക്കിലൂടെ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഇന്നലെ വരെ നിങ്ങളിൽ ചിലരാണ് എന്നെ വന്ന് കണ്ടിട്ട് പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടുത്തുകാരാണ്, ഭാരതം വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് ഓവർനൈറ്റ്? ഹൗ ഡു ഐ ബിലീവ് യു? ഇന്നലെ വരെ പാകിസ്ഥാന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പോകാനുള്ള ഒരു പൊക്കോട്ടെ, ഞാൻ പോകണില്ല. താൻ പോകുന്നില്ല, പിന്നെ താൻ എന്തിനാണോ പാകിസ്ഥാൻ ചോദിച്ചുകൊണ്ടിരുന്നത്? അതൊരു വലിയ ചോദ്യമാണല്ലേ. വി സസ്പെക്ട് യു. ഇത് പട്ടേൽ മാത്രമല്ല, മൗലാന അബ്ദുൽ കലാം ആസാദ് എഴുതി. അത് പറഞ്ഞതിനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മുടെ ഇങ്ങേര് തല്ലാൻ പോയത്, ഇർഫാൻ ഹബീബ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിട്ടും അത് പറഞ്ഞു. മൗലാന പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ചെളിവെള്ളം ഉണ്ടായിരുന്നു ഭാരതത്തിൽ, അതെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോയി. പക്ഷേ ചില കുണ്ടും കുഴിയുമുണ്ട്, അവിടെ ചെളിവെള്ളം ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു. അവരാണ് ഭാരതത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഞാനീ പറയുമ്പോൾ എനിക്കറിയാം എത്രയോ നന്മ നിറഞ്ഞ മുസ്ലിങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഒന്നാന്തരം സ്റ്റെർലിംഗ് ക്യാരക്ടറുള്ള രാജ്യസ്നേഹമുള്ള മുസ്ലിങ്ങളുണ്ട്. ബട്ട് ദെൻ ഹൂ ഈസ് ലീഡിങ് ദം? അവരുടെ ലീഡർഷിപ്പിൻ്റെ ചിന്താഗതി എന്താണ്? സാധാരണ എൻ്റെ നല്ലവനായൊരു മുസ്ലിം ഫ്രണ്ട്, എത്രയോ മുസ്ലിം ഫ്രണ്ട്സ് എനിക്കുണ്ട്, അവർക്കൊന്നും ഈ വക ചിന്താഗതിയൊന്നുമില്ല. ബട്ട് അവരെ അസർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അവർക്ക് വാ തുറക്കാൻ പറ്റില്ല. ആ രീതിയിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ആ സമുദായത്തെ. ഇതാണ് പട്ടേൽ ഈ അത്ഭുതം പ്രകടിപ്പിക്കാൻ കാര്യം. ഇന്നലെ വരെ അത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇന്നിത് പറയുന്നു. നിങ്ങൾക്ക് ഓവർനൈറ്റ് ഈ വ്യത്യാസം ഉണ്ടായത് എന്താ?
മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞു, അത് ഈ കുണ്ടിലും കുഴിയിലും കിടക്കുന്ന ചെളിവെള്ളമാണ് സംസാരിക്കുന്നത്. മെയിൻ ചെളിവെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞു കിഴക്കോട്ടും പടിഞ്ഞോട്ടും. ഇത് കവിഞ്ഞ് വ്യക്തമായിട്ട് ആരെന്ത് പറയണം? ഇതേ കാര്യം RSSO BJP പറഞ്ഞു കഴിഞ്ഞാൽ തല്ലാൻ വരും. ഈ പട്ടേൽ പറഞ്ഞ കാര്യം, മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞ കാര്യം, അംബേദ്കർ പറഞ്ഞ കാര്യം, അംബേദ്കർ ഇത് നേരത്തെ കണ്ടറിഞ്ഞു. പുള്ളി പറഞ്ഞു ലാസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വേണം, അവസാനത്തെ മുസ്ലിമിനെയും പാകിസ്ഥാനിലേക്ക് വിടുക, അതല്ലെങ്കിൽ യു ഹാഡ് ഇറ്റ്, നിങ്ങൾക്ക് നിരന്തര തലവേദനയായിരിക്കും. ഇന്ന് ആ തലവേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഉണ്ട്. അല്ല TJ, എപ്പോഴും എൻ്റെ ഒരു സംശയം, എൻ്റെ സംശയമല്ല, നിഷ്കളങ്കരായ ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ അങ്ങ് മുസ്ലിം ജനസംഖ്യ ഒരു 60% ആയിരിക്കട്ടെ, അപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് പോലെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം MPമാരും മുസ്ലിമുകളായിക്കോട്ടെ. ശരി, അങ്ങനെയുള്ള ഒരു രാജ്യം പറഞ്ഞേ. അല്ല, ഞാനൊന്ന് പറഞ്ഞു പൂർത്തി, എൻ്റെ സംശയം. അങ്ങനെ വന്നിട്ട് ഭരണഘടനയിൽ ഒരു മാറ്റം വരുത്തി നമ്മുടെ സെക്കുലറിസം അങ്ങ് എടുത്തു കളയാൻ ഒരു ഇസ്ലാമിക് കൺട്രി ആക്കാനുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു എന്നിരിക്കട്ടെ, അതങ്ങ് പാസ്സായി എന്നും ഇരിക്കട്ടെ, അതിന് മുകളിൽ ഒരു കോടതിയുണ്ട്. സെക്കുലറിസം ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ പറഞ്ഞു സെക്കുലറിസം അനിവാര്യമാണത്, മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇസ്ലാമിക രാജ്യമാകും? പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായത് ഈ നാട്ടിൽ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ്. ബംഗ്ലാദേശിലുണ്ടായിരുന്നില്ലേ സുപ്രീം കോടതി? ഇല്ലായിരുന്നോ? എന്ത് സംഭവിച്ചു? എവിടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ സുപ്രീം കോടതി? സുപ്രീം കോടതി ജഡ്ജിമാരെ ഇറങ്ങി ഓടി, കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടി. ഷെയ്ഖ് ഹസീന രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇത് നിങ്ങൾ പറയുന്ന ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ജുഡീഷ്യറി, ഇന്ത്യൻ ആർമി ഇറങ്ങി ഓടും. DY ചന്ദ്രചൂഡും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കോടതിയിൽ പോയിട്ട് വേണ്ടേ ഉത്തരവ് പുറപ്പെടുവിക്കാൻ. കോടതി പൂട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിർവാഹമില്ല. ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല. ഇംപ്ലിമെൻ്റ് ചെയ്യാൻ? ദിസ് ഈസ് വാട്ട്. ഇത്രയധികം വ്യക്തമായിട്ട് ലോകം മുഴുവൻ ഇസ്ലാം പ്രവർത്തിച്ചിട്ടും പിന്നെയും നിങ്ങൾ അങ്ങനെയൊന്നുമല്ല മേരാ അക്ബർ ऐसा नहीं है. ഓരോ പെണ്ണും ലവ് ജിഹാദിൽ പെടുന്ന ഓരോ പെണ്ണും പറയുന്നത് എൻ്റെ അക്ബർ ഇങ്ങനെയല്ല, അത് മറ്റേ അക്ബർ, അയാളത് ചെയ്ത് കാണും സിറിയയിൽ കൊണ്ടും. എൻ്റെ അക്ബർ അങ്ങനെയല്ല. ബട്ട് പിന്നെയും അക്ബർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വാട്ട് ക്യാൻ വി ഡു? അപ്പോൾ സർവൈവൽ ഇഷ്യൂ തന്നെയാണ്. തീർച്ചയായിട്ടും സിവിലൈസേഷണൽ ഇഷ്യൂ ആണ്. ആ പാവം പരിക്കനായതുകൊണ്ട് സർവൈവൽ എന്ന് പറഞ്ഞു സാധാരണ ഭാഷയിൽ. കുറച്ച് പോളിഷ്ഡ് ഭാഷയിൽ പറഞ്ഞാൽ സിവിലൈസേഷണൽ ഇഷ്യൂ ആണ്. ഭയപ്പെടണം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.